ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് കവർ ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗനാഷ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോക്ലേറ്റും ക്രീമുമായിട്ട് ഇങ്ങനെ മിക്സായി പോകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അളവും ഒന്നും നോക്കിയിട്ടല്ല ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 1 കപ്പ് ചോക്ലേറ്റ് എടുക്കുമ്പോൾ 1/2 കപ്പ് ക്രീം എടുക്കാം, അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ഒരു അളവ് നോക്കിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു പരിചയമൊക്കെ വരുമല്ലോ. അപ്പോൾ പിന്നെ ഒരു ഏകദേശ കണക്കിലൊക്കെ അങ്ങ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതും ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അങ്ങനെ ലൂസായി പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്രീം പുറത്തേക്ക് കാണിക്കും, നല്ല കട്ടി കുറവാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കരുത്, അത്യാവശ്യം കട്ടിക്ക് തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ആ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ ഗനാഷ് ഒഴിച്ച് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കുന്നതാണ്. ചില കേക്കിനൊക്കെ നമുക്ക് അങ്ങനെ അത് വെച്ചിട്ട്, അതായത് ചോക്ലേറ്റ് ഗനാഷ് നല്ലോണം ഒന്ന് തണുപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്, അതായത് ക്രീം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ ഈ ചോക്ലേറ്റ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഗനാഷ് ഒഴിച്ച് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് മോഡെല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുത്തതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് പിന്നെയും ഇങ്ങനെ ഒഴുകി താഴേക്ക് വരാതെ അത് നല്ലോണം നിന്ന് സെറ്റായി നിന്നോളും. അത്യാവശ്യം തിക്കാണെങ്കിൽ മാത്രമേ അങ്ങനെ ഇരിക്കുകയുള്ളൂ. നല്ലോണം ലൂസാണെങ്കിൽ അത് വീണ്ടും വീണ്ടും താഴേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചോക്ലേറ്റിൻ്റെ അളവിൽ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൂസായി പോവും, ചിലപ്പോൾ കട്ടിയായി പോവും. പിന്നെ ക്രീം നല്ലോണം, അതായത് കേക്ക് നല്ലോണം തണുത്തിരിക്കുന്ന കേക്കിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സെറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് വെച്ചേക്കണം, പാലറ്റ് നൈഫും അതും എല്ലാം എടുത്ത് വെച്ചേക്കണം, പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇതെല്ലാം തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഇത് എങ്ങനെയാണോ നമ്മൾ ഒഴിച്ചു കൊടുത്തത് അവിടെ ഇരുന്നത് അങ്ങ് സെറ്റായി പോവും. പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് എടുക്കാനൊക്കെ പാടായിരിക്കും. പിന്നെ രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ആ ഒരു പിന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു അടയാളം പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലായിടും ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ നോക്കണം. എന്നിട്ട് ഞാൻ ഇതേപോലെ അതിൻ്റെ മുകളിൽ ഫോണ്ടൻറ്റിലാണ് പേരെഴുതി വെച്ച് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതേപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് ബ്രഷ് നമുക്കിങ്ങനെ കടകളിൽ വാങ്ങാൻ കിട്ടും. ഏറ്റവും ചെറിയ ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ജെൽ കളർ ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ എഴുതി കൊടുക്കാം. പിന്നെ ഓരോ തവണ എഴുതുമ്പോഴും അതിനകത്ത് ഡിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ ഒരുപാട് കളർ ആ ബ്രഷിൻ്റെ അറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ നോക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു കളർ ഇങ്ങനെ നല്ലോണം സ്പ്രെഡായി പോവും. പിന്നെ നമുക്ക് ആ ഒരു ഫോണ്ടൻ്റ് ഇങ്ങനെ പരത്തുന്ന സമയത്ത് ഒരുപാട് കോൺഫ്ലവർ ഇട്ടിട്ട് നമ്മൾ പരത്തുകയാണെങ്കിൽ അത് നല്ലോണം ഒന്ന് തുടച്ച് കളയണം. ആ ഒരു കോൺഫ്ലവറിൻ്റെ പൊടി ഇരുന്നാൽ നമ്മൾ എഴുതുന്ന സമയത്ത് അത് ഇങ്ങനെ മഷി പടർന്ന് പിടിക്കൂലേ, അപ്പോൾ അതുപോലെ ആയിപ്പോവും. അതും ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ ആ ഒരു ഗനാഷ് ഉണ്ടല്ലോ നമ്മൾ ചെയ്തതിന് ശേഷം കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ ഇതേപോലെ സെറ്റായി കിട്ടും. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും എത്രയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് ഏത് ഇങ്ങനെ ഈ നോസിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് വരെയാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഒരുപാട് കട്ടിയായി പോകാതെ ഈ ഒരു ടൈപ്പിലെത്തിയപ്പോൾ ഞാനത് പുറത്തെടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സാധാ ക്രീം വെച്ച് ചെയ്യുമ്പോലെയല്ല, ഈ ചോക്ലേറ്റ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. കറക്റ്റ് ആ ഒരു നോസിലിൻ്റെ ഇടയ്ക്കെങ്ങാനും ആ ഒരു ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് കട്ടിയായി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഷേപ്പിന് വരത്തുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വേണം ചെയ്തെടുക്കാൻ. ഇതെനിക്ക് കസ്റ്റമർ ഈ മോഡൽ അയച്ചു തന്നിട്ട് അതേപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒഴിച്ച് സാധാരണ എല്ലാവർക്കും ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ചെയ്തെടുക്കാൻ കവറായിട്ട് കിട്ടുമോ അങ്ങനെയൊക്കെ നല്ല പേടിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറേ ചെയ്ത് വരുമ്പോഴേ നമുക്ക് ആ ഒരു പ്രാക്ടീസ് വരുള്ളൂ. ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചിട്ട് ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു സൈഡിൽ ആ ലൈൻസൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് വെച്ച് ഫുള്ള് കവർ ചെയ്തെടുത്ത് ഒന്ന് നീറ്റാക്കി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു പിന്നെ സ്ക്രാപ്പർ വെച്ചിട്ടും കൂടി ഒന്ന് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുക. അത് നല്ലോണം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ആ ഒരു സാധനങ്ങളെല്ലാം ഞാൻ അതാണ് പറഞ്ഞത്, എടുത്ത് അടുത്ത് തന്നെ വെച്ചേക്കുക. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതനുസരിച്ച് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം. ഇപ്പം തന്നെ ആ ഒരു കേക്ക് നല്ലോണം സെറ്റായിട്ടുണ്ട്. നമ്മൾ ആ ഒരു ചോക്ലേറ്റും കൂടി ഒഴിച്ച് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ അത് താഴത്തേക്ക് ഒഴുകി വരത്തേ ഇല്ല. നല്ല കറക്റ്റായിട്ട് ആ കേക്കിലേക്ക് പിടിച്ച് ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് അതിനകത്ത് തന്നെ പിടിച്ചങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കൂടെ കറക്റ്റ് നോക്കിക്കോണം. ചിലവർക്ക് എടുക്കുന്ന സമയത്ത് നല്ലോണം ലൂസായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്ര ബോർഡ് ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുത്താലും വീണ്ടും അതിങ്ങനെ ഒഴുകി വരുന്നുണ്ടെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണ് അങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റ് കൂടുതലിട്ട് ചെയ്ത് ഒന്നും കൂടി ഒന്ന് തിക്കാക്കി എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് തിക്കായി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുക. അത് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ ചെയ്താൽ മതി. അപ്പോൾ കുറേ പ്രാവശ്യം ചെയ്താലേ അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പം തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്ത് പരിചയം കൂടി ഇല്ലെങ്കിൽ ഒരു 4-5 കേക്കെങ്കിലും ഇതേ മോഡൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇത് സെറ്റാവോ, അല്ലെങ്കിൽ ഏത് കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്, കേക്ക് എത്രത്തോളം തണുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്തെടുക്കുന്നതിൽ നിന്ന് നമ്മളായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്ത് നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്ററും കൂടി ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ചോക്ലേറ്റിലേക്ക്. അതും നമുക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലുള്ള മോൾഡ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നല്ല എളുപ്പമാണ്. അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രിഡ്ജിലേക്കോ ഫ്രീസറിലേക്കോ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് ഇളകി വരും. നല്ല എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കേക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതും എനിക്ക് ഇതേപോലെ കസ്റ്റമർ മോഡൽ അയച്ചു തന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ്. ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ട് ആ ഒരു കളർ ക്രീം വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡിസൈനും കൂടി അതിലേക്ക് കൊടുക്കുന്നത്. ഇതൊരു സ്ക്വയർ കേക്കാണ്. സ്ക്വയർ കേക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു മോഡൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം റൗണ്ട് ഷേപ്പിലാണ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പിലുള്ള കേക്ക് ചെയ്തെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കിയാൽ മതിയേ. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഈ 2 സൈഡിൽ മാത്രം ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ ഒരു പിങ്ക് കളർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടപ്പോൾ ഈ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ഫ്ലവറും കൂടി ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ കളർ വെച്ചിട്ട് ഒരേ മോഡലിൽ പിന്നെ റൗണ്ടും സ്ക്വയർ അങ്ങനെ 2 കേക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റോസറ്റ നോസിൽ വെച്ചിട്ട് തന്നെയാണ് അതും ഫുള്ളായിട്ട് എടുക്കുന്നത്. പിന്നെ ക്രീം എടുക്കുന്ന സമയത്ത് നമ്മൾ കൈ തട്ടിയിട്ട് പെട്ടെന്ന് ലൂസായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കുറച്ച് ക്രീം എടുത്തതിന് ശേഷം നോസിലിട്ടതിന് ശേഷം പെട്ടെന്ന് ഫ്ലവർ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ബാലൻസ് വന്നത് പിന്നെ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത് വീണ്ടും കൂടി ഇട്ടതിന് ശേഷം അങ്ങനെ പതിയെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ തന്നെ ചെറിയ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ബോർഡർ ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടി എല്ലാ സൈഡിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് പേരെഴുതി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത ശേഷം അടുത്ത കേക്കും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ആ ഒരു നോസിലും ആ ഒരു കളറൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല അതേപോലെ ഒരു 1 kg കേക്കാണ് അതിൻ്റെ തന്നെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു 1/2 kg വെയിറ്റിൽ വന്നിട്ടുള്ള സ്പൈഡർമാൻ തീമിൽ ചെയ്യാനുണ്ടായിരുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഏത് കളറ് ചോക്ലേറ്റാണോ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു കളറിന് മാച്ചായിട്ട് വന്നിട്ടുള്ളൊരു ക്രീം വെച്ചിട്ട് നമ്മൾ കേക്ക് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായി പോവുകയോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആ ഒരു കളറ് പെട്ടെന്ന് എടുത്ത് പുറത്തേക്ക് കാണിക്കില്ല. അതേസമയം നമ്മൾ വൈറ്റ് കളറിലേക്കാണ് ഇങ്ങനെ കൊടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പുറത്ത് എടുത്ത് കാണിക്കും ആ ഒരു കളർ. അപ്പോൾ നമുക്ക് ഏത് കളറ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നു ആ കളർ വെച്ചിട്ടുള്ളൊരു ക്രീം കൊടുത്ത് കേക്ക് കവർ ചെയ്തെടുക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ റെഡ് കളർ വെച്ചിട്ടാണ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഇതേപോലെ റെഡ് കളർ ഒഴിച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് ഗനാഷാണ് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചോക്ലേറ്റ് കേക്ക് ചെയ്തില്ല, ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അതേപോലെ തന്നെ നല്ലോണം സെറ്റാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച്
തണുപ്പിച്ചതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ബോർഡെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി ആ ഒരു ചോക്ലേറ്റ് മൊത്തത്തിൽ ആ കേക്കുമായിട്ടൊന്ന് നല്ലോണം ഒന്ന് പിടിക്കാനുള്ള ഒരു ടൈം കൊടുത്തതിന് ശേഷം വേണം അടുത്ത ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ. അല്ലാതെ നമ്മൾ അപ്പോൾ തന്നെ വീണ്ടും എടുത്ത് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അടുത്ത ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്ന സമയം വരച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ആദ്യം കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഇങ്ങനെ കേക്കുമായിട്ട് സെറ്റ് ആവാതെ ഇങ്ങനെ ഒഴുകിയൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നില്ലേ, അതും ആ ഒരു ചോക്ലേറ്റിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒഴുകി താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം നല്ലോണം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതേപോലെ വരച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് അതും അങ്ങനെ തന്നെ നിന്നോളും. ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് ഇതേപോലെ സ്പൈഡർമാൻ വെച്ച് കൊടുക്കുകയും അതിലേക്ക് എഴുതിയിട്ടുള്ളതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്പൈഡർമാൻ ഞാൻ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കടയിൽ എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് അത് നല്ലോണം ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫോണ്ടൻറ്റിലാണ് ഇതേപോലെ പേരെഴുതി അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കേക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ അത് ഞാൻ രാത്രിയാണ് മൊത്തം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് രാവിലെയാണ് അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ് കൂടുതലായിട്ടും ഒഴിച്ചു കൊടുക്കാറുള്ളത്. അതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എമൽഷൻ ഉണ്ടല്ലോ അത് ഒഴിച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കളറ് കൂടുതലോ കുറവോ വേണമെങ്കിൽ അതിനനുസരിച്ച് കളറും കൂടി കൊടുക്കാം. ഞാൻ കളറ് കൊടുക്കാറില്ല. ആ ഒരു എമൽഷൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു കളർ കിട്ടാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കേക്ക് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുത്തു. സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പ്രവേദന ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ നല്ല രീതിക്ക് തന്നെ ഫില്ലിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ കേക്ക് നല്ലോണം സെറ്റായ കേക്കിലേക്കാണ് ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ എമൽഷൻ ഒഴിച്ചു കൊടുത്തൊന്ന് സെറ്റാക്കിയ ചോക്ലേറ്റ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. കേക്ക് നല്ലോണം സെറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കുക. ഞാൻ ആ ഒരു ബോർഡർ കൊടുത്തതിന് ശേഷം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കേക്ക് നല്ലോണം സെറ്റായിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ